ഹലോ അസ്സാം വലൈക്കും. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് പഴംപൊരി. എന്നാലും നമുക്ക് എങ്ങനെ ചെയ്യണതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് പുട്ടുപൊടി, അതേപോലെ മധുരം പാകത്തിന് പഞ്ചസാര, ഉപ്പിട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി, പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി കട്ടിക്ക് കലക്കിയെടുക്കട്ടെ. എന്നിട്ട് നമുക്ക് എള്ളാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കരിഞ്ചീരകായാലും കുഴപ്പമില്ല. ഞാൻ ഇതിൻ്റെ കറക്റ്റ് പരുവം ഞാൻ കാണിച്ചു തരട്ടെ. ഇത്ര കട്ടിയിൽ വേണം മാവ് കലക്കാൻ. എങ്കിൽ മാത്രമേ നമ്മളെ പഴംപൊരി മാവിലൊക്കെ പിടിച്ചിട്ട്, പഴത്തിൻ്റെ മുകളിൽ മാവൊക്കെ പിടിച്ചിട്ട് പഴംപൊരി റെഡിയാവുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സപ്പോർട്ട്, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് പഴം മാവിൽ മുക്കിയിട്ട് നമുക്ക് നിരത്തി കൊടുക്കുക. ഒരു ഗോൾഡൻ കളറായി വന്നാൽ നമുക്ക് അതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ആ ഭാഗം ഗോൾഡൻ കളറായാൽ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. ഇത് പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആവും കേട്ടോ. പത്തിരിപ്പൊടിനേക്കാൾ ക്രിസ്പി ആവുക പുട്ടുപൊടിയാണ്. ഇതുപോലെ പഴം പൊരിക്കാത്തവർ ചെയ്ത് നോക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.